അപകടത്തിൽപ്പെട്ട നമ്മുടെ യാത്രാ വിമാനം 1:39 അഹമ്മദാബാദിലെ 23-ാം നമ്പർ റൺവേയിൽ നിന്ന് പറന്നുയർന്ന് ഏതാണ്ട് 2 മിനിറ്റിനുള്ളിൽ വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ സുമീത് സബർവാൾ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അടിയന്തര സന്ദേശം അയച്ചു. മെയ്ഡേ 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 എന്ന് 3 തവണ അദ്ദേഹത്തിൻ്റെ ശബ്ദം എയർ ട്രാഫിക് കൺട്രോളിലെ റിസീവറിലെത്തി. മെയ്ഡേ എന്ന് പറഞ്ഞാൽ ഈ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ ഗുരുതരമായ അപകടത്തിൽപ്പെടുമ്പോൾ അയക്കുന്ന അന്താരാഷ്ട്ര കോഡാണ് മെയ്ഡേ. അതിൻ്റെ അർത്ഥം ഹെൽപ്പ് മീ ഹെൽപ്പ് മീ ഹെൽപ്പ് മീ എന്നാണ്. ഹെൽപ്പ് മീ എന്നുള്ള 3 തവണയുള്ള സുമീത് സബർവാളിൻ്റെ ശബ്ദം ATCയിൽ എയർ ട്രാഫിക് കൺട്രോളിലെത്തി. ഉടനെ അവർ തിരിച്ചു വിളിച്ചു എന്താണ് അറിയാൻ. പക്ഷേ മറുപടി മൗനമായിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിമാനം തകർന്ന് താഴേക്ക് വരും. ഇതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം. നമ്മൾ നോക്കുമ്പോൾ വിമാനം മരത്തിൽ തട്ടി അല്ലെങ്കിൽ മതിലിൽ തട്ടി എന്നൊക്കെ പറയുമ്പോൾ പൈലറ്റുമാരുടെ നെഗ്ലിജൻസ് അല്ലെങ്കിൽ പരിചയക്കുറവൊക്കെ സ്വാഭാവികമായും സംശയിക്കും. പക്ഷേ ഇവരുടെ ട്രാക്ക് റെക്കോർഡ്, സുമീത് സബർവാൾ 8200 മണിക്കൂർ വിമാനം പറപ്പിച്ചിട്ടുള്ള പൈലറ്റാണ്. 8200 മണിക്കൂർ. ഫസ്റ്റ് ഓഫീസർ ക്ലിവി കുന്ദർ 1100 മണിക്കൂർ വിമാനം പറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പരിചയസമ്പന്നരായ 2 പൈലറ്റുമാരാണ് ലണ്ടനിലെ ഗാഡ്വിക് എയർപോർട്ടിലേക്കുള്ള ഈ വിമാനം പറത്തിയിരുന്നത്. പക്ഷേ ഉത്തരം കിട്ടാത്തത് ഇതാണ്. വിമാനം തകരുന്നതിന് മുമ്പ് മെയ്ഡേ മെയ്ഡേ മെയ്ഡേ, ഹെൽപ്പ് മീ ഹെൽപ്പ് മീ ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ എന്ന് 3 തവണ രക്ഷ ചോദിച്ച് സഹായം തേടി ATCയിലേക്ക് പൈലറ്റിൻ്റെ സന്ദേശം വന്നിരുന്നു. തിരിച്ചവർക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്താണ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആ വിമാനത്തിൽ അപകടകരമായി കണ്ടത്? സാങ്കേതിക പിഴവാണോ, മറ്റെന്തെങ്കിലും ഭീഷണിയാണോ? അറിയില്ല. കോക്പിറ്റിൽ ആരെങ്കിലും ചെന്നോ? ഇതിൻ്റെയൊക്കെ ഉത്തരം ഇനി വരാനിരിക്കുന്നു. ഓറഞ്ച് നിറത്തിലുള്ള ആ പെട്ടി ഉണ്ടല്ലോ, കറുത്ത പെട്ടി, ബ്ലാക്ക് ബോക്സ് കിട്ടുന്നത് വരെ ദുരൂഹത നിലനിൽക്കും. ഏതായാലും വിമാനം അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്ന് ക്യാപ്റ്റൻ മനസ്സിലാക്കിയിരുന്നു. ക്യാപ്റ്റൻ ATCയിലേക്ക് രക്ഷ തേടി നിലവിളിയോടെ വിളിക്കുകയും ചെയ്തിരുന്നു. ഇത് വ്യക്തമായി കഴിഞ്ഞു. ഈ വിമാനത്തിൽ മറ്റേ വിജയ് രൂപാണി, ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. വിജയ് രൂപാണി ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ മിക്കവാറും TV9, News 18 തുടങ്ങി എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിജയ് രൂപാണിയുടെ മകള് ലണ്ടനിലാണ്. മകളെ കാണാനായിട്ട് അദ്ദേഹം പോവുകയായിരുന്നു. മകളുടെ പേര് രാധിക രൂപാണി എന്നാണ്. മകള് വിവാഹിതയാണ്, ലണ്ടനിലാണ് താമസിക്കുന്നത്. വിജയ് രൂപാണി എന്തായാലും BJPയുടെ ഒരു നേതാവാണല്ലോ. ഈ നേതാവ് എന്തായാലും ഒരു BJP നേതാവ്, VVIP ആണ്. അതെ, VVIP എന്തായാലും ഫ്ലൈറ്റിൻ്റെ അകത്തുണ്ട്. വിജയ് രൂപാണി 2016 ഓഗസ്റ്റ് മുതൽ 2021 സെപ്റ്റംബർ വരെ അദ്ദേഹം സത്യപ്രതിജ്ഞ ആ സമയമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ആരായിരിക്കും പകരം വരിക എന്നുള്ളതിനെ പറ്റിയൊരു സന്ദിഗ്ധതയുള്ളപ്പോഴാണ് മറ്റേ RSSൻ്റെ തന്നെ ഒരു നോമിനി എന്നുള്ളതിലേക്ക് വിജയ് രൂപാണി വരുന്നത്. വളരെ സൗമ്യനായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ സൗമ്യനായതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് 2022 രാജിവെക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കിംവദന്തികളൊക്കെ പരന്നു. അപ്പം ആ സമയത്ത് ഈ മകള് ലണ്ടനിൽ നിന്ന് രാധിക രൂപാണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോഴും ഞങ്ങൾക്കൊക്കെ നല്ല മൂല്യങ്ങൾ പകർന്നു തന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം ഇതുപോലെ തന്നെയായിരുന്നു, സൗമ്യമായിട്ട് തന്നെയാണ് ഞങ്ങളോടും ഇടപെട്ടുകൊണ്ടിരുന്നത്. 2022 സെപ്റ്റംബറിൽ അക്ഷർധാം മറ്റേ ആക്രമണം നടന്നപ്പോൾ മോദിക്ക് മുമ്പേ അക്ഷർധാം സന്ദർശിച്ചതും അദ്ദേഹമായിരുന്നു എന്നൊക്കെ ഈ പോസ്റ്റിൽ അവർ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ അച്ഛനെ പ്രതിരോധിച്ചുകൊണ്ട്, പല ആളുകളും ഇല്ലാതിരുന്ന സമയത്ത് പ്രതിരോധിച്ചുകൊണ്ട് അവരൊരു പോസ്റ്റ് വിട്ടിരുന്നു. അപ്പോൾ വിജയ് രൂപാണിയുടെ അവസ്ഥ എന്താന്ന് ഇപ്പോൾ ഇതുവരെ നമുക്ക് അറിയില്ല. ആരുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നില്ല, ഒരു കണക്കും ആരും പറയുന്നില്ല. അതെ, വെയർ അബൌട്ട്സ് അൺനോൺ എന്ന് മാത്രമാണ് വിജയ് രൂപാണിയെ പറ്റി വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ധാരാളം ഇന്ധനമൊക്കെ ഉണ്ടായിരുന്നു. 300 പേരെ വഹിക്കാൻ കഴിയുന്ന വിമാനമായിരുന്നു.
വിജയ് രൂപാണിയുടെ ഭാര്യ അഞ്ജലി BJPയുടെ മഹിളാ മോർച്ചയില്ലേ അതിൻ്റെ പ്രവർത്തകയാണ് അവർ. ഒരു മകൻ ഋഷഭ്, പിന്നെ ഒരു മകൻ, ഇളയ മകൻ പുജിത്ത് ഒരു അപകടത്തിൽ മരിച്ചു പോയിരുന്നു, വാഹനാപകടത്തിൽ. അപ്പോൾ പുജിത് രൂപാണി സ്മാരക ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു VIP കൂടി ഉണ്ടായിരുന്ന വിമാനമാണിത്. അപ്പോൾ ആകെ യാത്രക്കാരിൽ വിജയ് രൂപാണിയുടെ പേര് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ. പക്ഷെ ദേശീയ ചാനലിൽ VIP-കൾ എന്ന് പറയുന്നുണ്ട്. അതുണ്ടാവും, VIP-കൾ എന്ന് പറയുന്നുണ്ട്. അതെ, എന്താന്ന് വെച്ചാൽ ബിസിനസ്സുകാരും ഒക്കെ അതിൻ്റെ അകത്ത് കാണുമല്ലോ ഇത്തരം ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോൾ. പ്രത്യേകിച്ച് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്ന് പോവാണ്. അതെ, മാത്രമല്ല ഇപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഈ ബംഗ്ലാദേശിലെ പ്രസിഡന്റ് യൂനുസ്, പ്രസിഡന്റ് അല്ല, ഉപദേഷ്ടാവ്, ചീഫ് ഉപദേഷ്ടാവ് ലണ്ടനിൽ ഈ അവര് ഷെയ്ഖ് ഹസീന ഒരുപാട് കൊള്ളയടിച്ച പണമൊക്കെ ലണ്ടനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ അന്വേഷിക്കാനായിട്ട് ലണ്ടനിൽ പോയിരിക്കുന്നു. ഇയാളെ കാണാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പ്രധാനമന്ത്രി സ്റ്റാമർ പറഞ്ഞു. ഇങ്ങനെ സ്നബ് ചെയ്തിരിക്കുകയാണ്, അപമാനിച്ചിരിക്കുകയാണ് ഈ യൂനുസിനെ. യൂനുസുമായി ഇയാള് സ്റ്റാറ്റസ് കോ വെച്ച് നോക്കുമ്പോൾ പ്രോട്ടോകോൾ വെച്ചിട്ട് ഇയാൾ പ്രധാനമന്ത്രിയല്ല പ്രസിഡന്റും അല്ല, വെറും ഒരു ഉപദേഷ്ടാവാണ്. എന്തിനാണ് പ്രൈം മിനിസ്റ്റർ കാണുന്നത്? അതുമല്ല ഇങ്ങനത്തെ ഒരു ആവശ്യം. എന്നിട്ട് ഇയാൾ ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ ടൈംസ് ഉണ്ടല്ലോ, പത്രം, അവിടുത്തെ ഈ സാമ്പത്തിക പത്രം, ആ പത്രത്തിന്റെ ആളുകളൊക്കെ വിളിച്ചിട്ട് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ കാണണമെന്ന് എനിക്കുണ്ട്. ഈ ഷെയ്ഖ് ഹസീനെ അനന്തരവള് മന്ത്രിയായിരുന്നവർ രാജിവെക്കേണ്ടി വന്നല്ലോ, അവര് അഴിമതി നിരോധന മന്ത്രിയായിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ ആഗോളതലത്തിൽ തന്നെ സംഭവ വികാസങ്ങളും ഒക്കെ ബ്രിട്ടനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ്. കാരണം ഇങ്ങനെ ഒരാളെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇന്ത്യയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു നിലപാടും കൂടിയാണ്. ഞാൻ ഒന്നാമത് ഇങ്ങനെ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ കാലെ കൂട്ടി അനുവാദമൊക്കെ ചോദിച്ചിട്ട് വേണം പോവാൻ. ഹൈ കമ്മീഷണറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ഇത് അപ്പോയിന്റ്മെന്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടല്ലേ പോകേണ്ടത്. ഇത് ഈ തേരാപ്പാര പട്ടി ചന്തയ്ക്ക് പോയതുപോലെ എന്നൊക്കെ പറയുന്നത് പോലെ പോയിട്ടിട്ട് നാണം കെട്ടിട്ട് പ്രധാനമന്ത്രി തന്നെ പച്ചയ്ക്ക് പറയാണ് അയാൾ അവിടെ ഉള്ളപ്പോൾ എനിക്ക് കാണാൻ സൗകര്യമില്ലെന്ന്. ഇങ്ങനെയാണ് ഈ അവസ്ഥയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ ലണ്ടനിലേക്കാണ് ഈ ഫ്ലൈറ്റും പോകുന്നത്, രൂപാണിയും പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും നമുക്ക് നേരത്തെ നമ്മളൊരു വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ ചില അവിടെ പ്രാദേശികമായി ഗുജറാത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഒരു സ്ഫോടന ശബ്ദം കേട്ടു, അതിനുശേഷമാണ് വിമാനം തീപിടിച്ച് വീണതെന്ന്. അത് ഒരുപക്ഷെ നേരെ തിരിച്ചു ആകാം, വിമാനം തീപിടിച്ചതിന് ശേഷമുള്ള സ്ഫോടന ശബ്ദവുമാകാം. ഏതായാലും ഇപ്പോൾ തന്നെ ദുരൂഹതകൾ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനത്തിന്റെ അല്ല, വിമാനം ഇറങ്ങുന്നത് പോലെയാണ്. അതായത് വിമാനം പൊങ്ങുകയല്ല, താഴുകയായിരുന്നു. അതെ. അപ്പൊ പൈലറ്റ് എന്നെ സഹായിക്കൂ എന്ന് പറയുമ്പോൾ എന്തോ സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടാണ് വിമാനം താഴേക്ക് പോകുന്നത്. ഇത് മുകളിലേക്ക് പോകുന്നില്ല, വിമാനം മുകളിലേക്ക് ഉയർന്നില്ല. വിഷ്വൽസ് കണ്ടനുസരിച്ച് വിമാനം ഗ്രൗണ്ടിൽ നിന്ന് റൺവേയിൽ നിന്ന് പൊങ്ങിയിട്ട് ഉയർന്നു, പിന്നെ താഴുകയായിരുന്നു. താഴുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. താഴുമ്പോഴാണ് ആ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ പണിതുകൊണ്ടിരിക്കുന്നത് പോലത്തെ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഏതായാലും വീണു വരും. ഇനിയിപ്പോ ഉത്തരം കിട്ടേണ്ടത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മെയ്ഡേ 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 ഹെൽപ്പ് മീ ഹെൽപ്പ് മീ ഹെൽപ്പ് മീ എന്ന് സുമിത് സബർവാൾ 3 തവണ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ട്? അതിനുള്ള ഉത്തരമാണ് കിട്ടേണ്ടത്. അത് നേരത്തെ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഓറഞ്ച് നിറത്തിലുള്ള പേര് ബ്ലാക്ക് ബോക്സ് ആണെങ്കിലും അതിൻ്റെ നിറം ഓറഞ്ചാണ്. എവിടെ വീണാലും, ഏത് കടലിൽ വീണാലും എവിടെ വീണാലും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഓറഞ്ച് നിറം കൊടുത്തിട്ട്. ബ്ലാക്ക് ബോക്സ് കിട്ടണം. ഒരുപാട് സാധ്യതകൾ, സംശയങ്ങൾ ഉയരാം, സാധ്യതകളുണ്ട്. തൊട്ട് മുമ്പ് സംശയമുള്ള ഒരു അപകടം ബിപിൻ റാവത്ത് മരിച്ചത്, അതെ, നീലഗിരി കുന്നുകളിലെ ബിപിൻ റാവത്ത് മരിച്ചത്. അത് പിന്നീട് ആർമി തന്നെ സ്ഥിരീകരിച്ചു, അത് സ്വാഭാവികമായ അപകടമാണ്, സംശയം ഉണ്ടായ ഒരു അപകടം. ആ ഭാഗത്ത് തന്നെയായിരുന്നു സി കേശവന്റെ മകൻ ഭദ്രൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹത്തിന്റെ അപകടവും അവരുടെ തന്നെ വിമാനമാണ്. ആ ഭാഗത്ത് തന്നെയായിരുന്നു ഭദ്രനും മരിച്ചിരുന്നത്. ഭദ്രനെ പറ്റി പിന്നെ കെ ബാലകൃഷ്ണൻ എന്താ പറയുക, വലിയ സങ്കടം വരുന്ന ഒരു അനുസ്മരണ കുറിപ്പും ഒക്കെ ആ കാലത്ത് എഴുതിയിരുന്നു.
അപ്പോൾ ഇത് വലിയ ദുരൂഹതയോടുകൂടിയാണ് ഇത് താഴേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. അതെ, ഈ മെയ്ഡേ മെസ്സേജിനെ കുറിച്ച് അറിയുമ്പോഴാണ് അതിൻ്റെ ഒരു ദുരൂഹത എന്തായിരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ സാങ്കേതിക തകരാറ് വല്ലതുകൊണ്ടായിരിക്കാം. പക്ഷെ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് എല്ലാ പരിശോധനകളും നടത്തിയിട്ടാണ് ക്രൂ മറ്റേ അവരും ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സും ഒക്കെ നോക്കിയിട്ടാണ് വിമാനം പറയുന്നത്. പറന്നുയർന്ന ഉടനെ ഒരു സാങ്കേതിക പിഴവ് എന്ന് പറയുന്നത് സ്വാഭാവികമല്ല. തിരിച്ചു പറന്നിറങ്ങുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാം. കാരണം എല്ലാ പരിശോധനയും പൂർത്തിയാക്കി ഒരു പുതിയ വിമാനം പോലെ ആക്കിയിട്ടാണ് വിമാനം ഓരോ പറക്കലിലും പോകുന്നത്. ഏതായാലും സുമീത് സബർവാളിൻ്റെ അവസാനത്തെ സന്ദേശത്തിൻ്റെ ഉത്തരം ഇനി ഉള്ള മണിക്കൂറുകളിൽ വരുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.